നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ വിലാപമായുന്നതിനു മുമ്പ് അതിന് സമീപം തുരങ്കപാത നിർമ്മിക്കാൻ തീരുമാനിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന ദാരുണ സംഭവത്തിന് ഉത്തരവാദി? എന്താണ് തുരങ്കപാത? കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന പാതകളിലൊന്നാണ് താമരശ്ശേരി ചുരം. സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും വയനാട് ചുരം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാത എന്നതിനപ്പുറം മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാത കൂടിയാണ് ഇന്ന് താമരശ്ശേരി ചുരം. താമരശ്ശേരി അടിവാരത്ത് നിന്ന് തുടങ്ങി വയനാട് ലക്കിടിയിൽ അവസാനിക്കുന്ന ചുരത്തിൽ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. 12 കിലോമീറ്ററാണ് അടിവാരം മുതൽ ലക്കിടി വരെയുള്ള ദൂരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 അടി മുകളിലായാണ് ചുരം സ്ഥിതി ചെയ്യുന്നത്. വയനാടിന്റെ കരുത്തും അതുപോലെ ദൗർബല്യവുമാണ് താമരശ്ശേരി ചുരം. 12 കിലോമീറ്റർ ചുരത്തിലെ 9 ഹെയർപിൻ വളവുകളിൽ വാഹനങ്ങൾ കുരുങ്ങുന്നത് മൂലം മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കുകൾ ചുരത്തിലെ പതിവ് കാഴ്ചയാണ്. മഴക്കാലത്തും മറ്റും മണ്ണിടിച്ചിലും മറ്റും കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും പതിവാണ്. വനപാതയായതിനാൽ ചുരം പാതയുടെ വീതി കൂട്ടുന്നതിനും സംരക്ഷണ പ്രവർത്തികൾ നടത്തുന്നതിനും വലിയ പരിമിതികൾ ഉള്ളതിനാൽ ഈ സാഹചര്യങ്ങൾക്ക് ഇന്നും ഒരു മാറ്റവുമില്ല. ഇതിനുള്ള ശാശ്വതമായ പരിഹാരം എന്ന നിലയിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ദീർഘകാലമായുള്ള ചർച്ചകൾക്കും പഠനങ്ങൾക്കുമെല്ലാം ശേഷം പദ്ധതിയുടെ ഔപചാരിക ലോഞ്ചിങ് 2025 ഒക്ടോബർ 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചിരിക്കുകയാണ്. അതേസമയം പരിസ്ഥിതി അനുമതി കിട്ടാത്ത പദ്ധതിയുടെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിയ സർക്കാർ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയ്ക്ക് 2134 കോടി 50 ലക്ഷം രൂപയുടെ കിഫ്ബി ധനാനുമതി ലഭിച്ചിരുന്നു. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രാ ദൈർഘ്യം കുറയ്ക്കാനും വയനാടിനെ പുറംലോകവുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ കുന്നോളമാണ്. അതോടൊപ്പം പദ്ധതി നടപ്പാക്കരുതെന്ന ആവശ്യവുമായി പരിസ്ഥിതിവാദികളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി റോഡിനു വേണ്ടി 30 വർഷം മുമ്പ് തുടങ്ങിയ ശ്രമങ്ങൾ എവിടെയും എത്തിയിരുന്നില്ല. ചുരത്തിലെ ബദൽ പാതകൾക്കായുള്ള ശ്രമങ്ങളെല്ലാം പദ്ധതികളായും സ്വപ്നങ്ങളായും തന്നെ തുടർന്നതോടെയാണ് ടണൽ റോഡ് എന്ന ആശയം ഉയർന്നു വന്നത്. പിന്നീട് ഇത് എത്രത്തോളം പ്രായോഗികമാവും എന്ന അന്വേഷണങ്ങളായി. കോഴിക്കോട് ജില്ലയിൽ മറിപ്പുഴ വരെയും വയനാട് ഭാഗത്ത് കള്ളാടി 900 എസ്റ്റേറ്റ് വരെയും നേരത്തെ തന്നെ റോഡ് പൂർത്തിയാക്കിയിരുന്നു. മറിപ്പുഴ മുതൽ തുരങ്കം തുടങ്ങുന്ന സ്വർഗംകുന്ന് വരെ പഴയ റോഡുണ്ട്. എന്നാൽ മറിപ്പുഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കേണ്ടതുണ്ട്. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേപ്പാടിയിലെത്താനാകും. കേവലം ഒരു പാത എന്നതിനപ്പുറം കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ വികസനത്തിനും ടൂറിസം പദ്ധതികൾക്കും പദ്ധതി ഏറെ നിർണായകമാവുമെന്നാണ് കരുതപ്പെടുന്നത്. 3 ജില്ലയ്ക്കിടയിലെ യാത്രയും ചരക്ക് നീക്കവും ഏറെ എളുപ്പത്തിലാക്കുന്നതാണ് തുരങ്കപാത. മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കർണാടകയിലേക്കുള്ള ദൂരവും ഗണ്യമായി കുറയും. തുരങ്കവുമായി ബന്ധിപ്പിക്കുന്ന അനുബന്ധ റോഡുകളുടെ നവീകരണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാതയുടെ നിർമ്മാണം സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് തന്നെയാണ്. വനഭൂമി നഷ്ടപ്പെടുത്താതെയും ഒരു മരം പോലും മുറിക്കാതെയും തുരങ്കപാത യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് മുൻ സർക്കാരിന്റെ കാലത്ത് പ്രാഥമിക പഠനം നടത്തിയ ടണലിലേക്ക് സർവേ ഏജൻസിയായ റൂബി സോഫ്റ്റ് കണ്ടെത്തിയിരുന്നു. പിണറായി സർക്കാർ ആദ്യ ബജറ്റിൽ തന്നെ 20 കോടി പ്രാഥമിക നടപടികൾക്ക് അനുവദിച്ചു. പാതയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കലും നിർമ്മാണവും 2 വർഷം മുമ്പാണ് സർക്കാർ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഏൽപ്പിച്ചത്. അവർ പാതയുടെ അലൈൻമെന്റ് തയ്യാറാക്കി. 6 മാസത്തിലേറെ കാലം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അധികൃതർ ആനക്കാംപൊയിലും കള്ളാടിയിലും ക്യാമ്പ് ചെയ്ത് നടത്തിയ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ഒടുവിലാണ് ഈ പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കിയത്. ഇത് പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ചതോടെയാണ് ഭരണാനുമതി ലഭിച്ചത്. പദ്ധതിയുടെ ചിലവിനെ കുറിച്ചാണ് കൊങ്കൺ അധികൃതർ തയ്യാറാക്കിയ DPRൽ പ്രധാനമായും പറയുന്നത്. പ്രാഥമികമായി കിഫ്ബി സഹായത്തോടെ 658 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ വകയിരുത്തിയിരുന്നത്. എങ്കിലും പദ്ധതി പൂർത്തിയാക്കാൻ ഇതിന്റെ 3 ഇരട്ടി തുകയെങ്കിലും വേണ്ടിവരുമെന്നാണ് DPR പറയുന്നത്.
കിഫ്ബിയിൽ നിന്ന് 658 കോടി രൂപ അനുവദിച്ച് മെയിൽ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് 2134 കോടി 50 ലക്ഷം രൂപയുടെ കിഫ്ബി ധനാനുമതിയും ലഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ നിന്ന് തുടങ്ങി വയനാട്ടിലെ മേപ്പാടി കള്ളാടിയിൽ അവസാനിക്കുന്നതാണ് പാത. ഇതിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ സ്വർഗം കുന്നിനും കള്ളാടിക്കും ഇടയിൽ വനത്തിലൂടെ കടന്നു പോകുന്ന 7 കിലോമീറ്റർ ദൂരത്തിലാണ് തുരങ്കം നിർമ്മിക്കേണ്ടി വരിക. പാത യാഥാർത്ഥ്യമാകുന്നതിന് ഒട്ടേറെ കടമ്പകളും സർക്കാരിന്റെ മുന്നിലുണ്ട്. വനഭൂമി ഏറ്റെടുക്കേണ്ടതില്ലെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. ഈ നടപടികൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തന്നെ പൂർത്തിയാക്കണമെന്നാണ് ധാരണ. പാരിസ്ഥിതിക അനുമതിയുടെ ഭാഗമായി പൊതുയിടങ്ങളിൽ ഹിയറിംഗ് നടത്തി പൊതുജലത്തിന്റെ അനുമതിയും നേടേണ്ടതുണ്ട്. 2132 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 1/3 ഭാഗം വനഭൂമിയുള്ള കേരളത്തിലെ ആദിവാസി ജനസംഖ്യയുടെ 31% അധിവസിക്കുന്ന വയനാട് ജില്ലയുടെ സ്വപ്ന പദ്ധതിയാണ് ഈ തുരങ്കപാത. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ നിലവിൽ തങ്ങൾ അനുഭവിക്കുന്ന നിരവധി ദുരിതങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വയനാട്ടുകാർ വിശ്വസിക്കുന്നു. എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും വെല്ലുവിളിയായി തുടരുന്ന ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ മറികടക്കാനാവുമെന്നും ഇതിലൂടെ കൂടുതൽ വികസനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വയനാട്ടിലേക്ക് എത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഗുരുതരാവസ്ഥയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്കുള്ള യാത്രയ്ക്കിടെ ചുരത്തിലെ ഗതാഗത കുരുക്കിൽ ജീവൻ പൊലിയുന്ന കാഴ്ച ഇനി കാണേണ്ടി വരില്ലെന്നും വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നു. തുരങ്കപാതയ്ക്കെതിരെ കടുത്ത എതിർപ്പുമായി പരിസ്ഥിതിവാദികളും രംഗത്തെത്തി. 7500 അടി ഉയരമുള്ള കോഴിക്കോട് ജില്ലയിലെ വാവുൽമല, വയനാട്ടിലെ ചെമ്പ്ര പീക്ക് എന്നിവയടക്കം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നിരവധി മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൂടെയാണ് 6.8 കിലോമീറ്റർ നീളം വരുന്ന തുരങ്കപാത കടന്നുപോകുന്നത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള പ്രത്യേക സമിതികളും അവയുടെ നിർദ്ദേശങ്ങളും ബഫർ സോൺ പ്രഖ്യാപനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന അവസരത്തിലാണ് പശ്ചിമഘട്ടത്തെ തുരന്നു കടന്നുപോകുന്ന ഇന്ത്യയിലെ തന്നെ 3ാമത്തെ വലിയ തുരങ്കപാത നടപ്പിലാക്കാൻ പോകുന്നതെന്ന് വിമർശകർ ആരോപിച്ചു. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ചാലിയാറിലേക്ക് ഒഴുകിയെത്തുന്ന നിരവധി നീരുറവുകളുടെയും കൈത്തോടുകളുടെയും നിലനിൽപ്പിനെ തുരങ്കപാത പ്രതികൂലമായി ബാധിക്കുന്നത് എങ്ങനെയെന്നോ തുരങ്കപാത സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ എന്തെന്നോ വ്യക്തമാക്കാതെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഉരുൾപൊട്ടൽ സാധ്യതകളും സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസങ്ങളും ശക്തമായി നിലനിൽക്കുന്ന ഈ മേഖലയിലെ തുരങ്ക നിർമ്മാണം വ്യക്തമായ പഠനത്തിന്റെയും തുറന്ന സംവാദത്തിന്റെയും വെളിച്ചത്തിലായിരിക്കണം നടപ്പിലാക്കേണ്ടതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അനുദിന ദുർബലമായിക്കൊണ്ടിരിക്കുന്ന വയനാടൻ പരിസ്ഥിതിക്ക് കൂടുതൽ ആഴത്തിലുള്ള മുറിവേൽക്കാതിരിക്കുക എന്നത് മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവ ഉയർത്താവുന്ന എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെയും പരിഗണിക്കേണ്ടതുണ്ട്. ഏകവിളത്തോട്ടങ്ങളും സാമൂഹിക വനവൽക്കരണ പദ്ധതികളിലൂടെ വെച്ച് പിടിപ്പിക്കപ്പെട്ട യൂക്കാലിപ്സ്, അക്വേഷ്യ തോട്ടങ്ങളും അനിയന്ത്രിത ക്വാറികളും ചേർന്ന് ഇപ്പോൾ തന്നെ തകർത്തു കഴിഞ്ഞിരിക്കുന്ന വയനാടൻ മണ്ണിലേക്കാണ് തുരങ്കപാതയുടെയും അണക്കെട്ട് ശൃംഖലകളുടെയും രൂപത്തിൽ വികസനം കുതിച്ചെത്തുന്നത്. വികസനത്തിന് തടയിടാൻ ആരെയും അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടന വേളയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതേസമയം ഒരു ജനതയുടെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്ക് തടയിടാൻ, പരിസ്ഥിതിക്ക് മേൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ നിശ്ചയിക്കാൻ 5 കൊല്ലം മാത്രം അധികാര കാലയളവുള്ള ഒരു മന്ത്രിസഭയ്ക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന കാലാനുസൃതമായ ചോദ്യം ഉയർത്തപ്പെടേണ്ടത് അനിവാര്യമാണ്. കാരണം ഉരുൾപൊട്ടൽ സാധ്യതകളും സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസങ്ങളും ശക്തമായി നിലനിൽക്കുന്ന ഈ മേഖലയിലെ തുരങ്ക നിർമ്മാണം വ്യക്തമായ പഠനത്തിന്റെയും തുറന്ന സംവാദത്തിന്റെയും വെളിച്ചത്തിലായിരിക്കണം നടപ്പിലാക്കേണ്ടത്. നിർഭാഗ്യവശാൽ അത്തരം നടപടികളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നത് വസ്തുതയാണ്. പൊതുവെ ഉപരിതല ഗതാഗതം അപ്രായോഗികമായ സാഹചര്യങ്ങളിലൂടെയാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. കുന്നുകളും മലകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശങ്ങളിൽ സാധാരണ രീതിയിലുള്ള ഗതാഗത സമ്പ്രദായം ലാഭകരമല്ല. ഇത്തരം സാഹചര്യങ്ങളിലും അണക്കെട്ടുകളിലേക്ക് വെള്ളം തിരിച്ചുവിടേണ്ട സന്ദർഭങ്ങളിലും ഖനന ആവശ്യാർത്ഥവുമെല്ലാമാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. പർവ്വതങ്ങൾ, തിരക്കേറിയ നഗരങ്ങൾ, സമുദ്രം എന്നിവയ്ക്കിടയിലൂടെയൊക്കെ തുരങ്കങ്ങൾ നിർമ്മിക്കാറുണ്ട്. പരിസ്ഥിതി നാശമായാണ് തുരങ്ക നിർമ്മാണങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ഉയർന്നിട്ടുള്ള പ്രധാന വിമർശനം. തുരങ്കപാതകൾ പൂർത്തീകരിക്കാനുള്ള ഭാരിച്ച ചെലവുകളും വിമർശകർ ഉയർത്തിക്കാട്ടാറുണ്ട്. നിർമ്മാണ സമയത്തും തുടർന്നുമുള്ള അപകട സാധ്യതകളും പരിപാലനത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തുരങ്കപാതകൾക്കുള്ള വെല്ലുവിളികളാണ്.
പക്ഷെ സാധാരണ രീതിയിൽ അപ്രായോഗികമായ സാഹചര്യങ്ങളിൽ ഇത്തരം പാതകൾ യാഥാർത്ഥ്യമായാലുള്ള ദീർഘകാലത്തെ നേട്ടങ്ങളും മെച്ചങ്ങളുമാണ് തുരങ്കപാതകളെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടാറുള്ളത്. വികസ്വര രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ വിജയകരമായി നടപ്പിലാക്കിയ വൻകിട തുരങ്ക പദ്ധതികൾ കൂടിയാണ് ഇത്തരം വിമർശനങ്ങൾക്കുള്ള മറുപടികളെന്നാണ് ഇവരുടെ പക്ഷം. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ ആ പ്രദേശങ്ങൾക്കുണ്ടായ ദീർഘകാലത്തെ സാമ്പത്തിക വികസന പാരിസ്ഥിതിക നേട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ വിമർശനങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും തുരങ്കപാതകളെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽ തുരങ്കം സ്വിറ്റ്സർലാൻഡിലെ ഗോട്ടാർഡ് ബേസ് ടണലാണ്. 57 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. 14 വർഷം എടുത്താണ് ഈ തുരങ്കം പൂർത്തിയാക്കിയത്. ജപ്പാനിലെ സെയ്ക്കൻ ടണൽ റെയിൽവേ തുരങ്കങ്ങളിൽ 2ാം സ്ഥാനത്താണ്, 53.8 കിലോമീറ്റർ. നോർവേയിലെ ലെയ്ഡൻ ടണലാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റോഡ് തുരങ്കം, 24.5 കിലോമീറ്റർ. ജമ്മു കാശ്മീരിലെ പീർ പാഞ്ചൽ ടണലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ഗതാഗത തുരങ്കം. റെയിൽ തുരങ്കമായ ഇതിന്റെ നീളം 11 കിലോമീറ്റർ ആണ്. ജമ്മു കാശ്മീരിലെ ചനാനിയിൽ തുടങ്ങുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലാണ് ഏറ്റവും നീളമുള്ള റോഡ് തുരങ്കം, 9.28 കിലോമീറ്റർ. ഹിമാചൽ പ്രദേശിലെ റോത്താങ്ങിലുള്ള അടൽ തുരങ്കമാണ് റോഡ് തുരങ്കങ്ങളിൽ നീളത്തിൽ 2ാമൻ, 9.02 കിലോമീറ്റർ ആണ് നീളം. 10,000 അടി ഉയരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കപാത കൂടിയാണ് അടൽ ടണൽ. വയനാട് തുരങ്കപാതയുടെ പാരിസ്ഥിതിക അനുമതി ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഉയർന്ന ജനസാന്ദ്രതയും ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രയാസവും കാരണം റോഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പുതുജീവനേകുന്ന ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണിതെന്നും സുപ്രീം കോടതി പറഞ്ഞു. പദ്ധതിയുടെ പാരിസ്ഥിതിക ആശങ്കകൾ വിദഗ്ധർ പരിഗണിച്ചതാണ്. നിർമ്മാണത്തിൽ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ഹർജിക്കാർക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. താമരശ്ശേരി ചുരത്തിന് ബദൽ പാതയാകുന്ന പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിനെതിരെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള അതിപരിസ്ഥിതി ലോല മേഖലകളാണ് വയനാടെന്ന് ഹർജിക്കാർക്കായി മുതിർന്ന അഭിഭാഷകൻ ശ്യാം ദിവാൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അക്കാര്യങ്ങൾ എഞ്ചിനീയർമാർ പരിഗണിക്കുമെന്നും തുരങ്കപാത പലയിടത്തും നിർമ്മിക്കുന്നുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കോടതി ഇടപെടുന്നത് പദ്ധതി വൈകിക്കാനേ ഉപകരിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹർജിക്കാർക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഉത്തരവിറക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ തടസ്സ ഹർജിയും നൽകിയിരുന്നു. എന്നാൽ ഹർജിക്കാരുടെ വാദങ്ങളെല്ലാം തള്ളിയതോടെ സർക്കാരിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ടി വന്നില്ല. 400ഓളം പേർ ഉരുൾപൊട്ടലിൽ മരിച്ച പരിസ്ഥിതി ലോല മേഖലയാണ് വയനാട് തുരങ്കപാതയെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. അക്കാര്യങ്ങൾ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും നോക്കിക്കൊള്ളുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. വയനാട് തുരങ്കപാതയുടെ പാരിസ്ഥിതിക അനുമതി ചോദ്യം ചെയ്ത ഹർജിക്കാരുടെ വാദങ്ങളെല്ലാം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഖണ്ഡിക്കുന്നതാണ് സുപ്രീം കോടതിയിൽ കണ്ടത്. പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതി ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ വിജ്ഞാപനത്തിലെ ബി വിഭാഗത്തിന് പകരം എ വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ട പദ്ധതിയാണിതെന്ന് ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശ്യാം ദിവാൻ വാദിച്ചു. ഏറെ സസ്യജാലങ്ങളും വന്യജീവികളുമുള്ള മേഖലയാണിത്. പദ്ധതിയുടെ വിലയിരുത്തൽ കേന്ദ്രത്തിന് പകരം സംസ്ഥാന തലത്തിൽ നടത്തിയത് തന്നെ വലിയ നിയമലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ പദ്ധതിയെ എ വിഭാഗമായാണ് കേന്ദ്ര പരിസ്ഥിതി വിലയിരുത്തൽ സമിതി പരിഗണിച്ചതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു. വന്യജീവികളെ സംരക്ഷിക്കാൻ തുരങ്കപാതയാണ് നല്ലതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഹൈക്കോടതിയുടെ കണ്ടെത്തൽ വസ്തുതാപരമായി തെറ്റാണെന്ന് ശ്യാം ദിവാൻ വാദിച്ചു. പദ്ധതിയെ എ വിഭാഗമായി പരിഗണിച്ചിട്ടേയില്ല. 2025 സെപ്റ്റംബർ 31-നാണ് തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. കഴിഞ്ഞ മാർച്ച് 6-നാണ് തുരങ്കപാത നിർമ്മാണത്തിനായി ആദ്യ സ്ഫോടനം നടത്തിയത്. നിലവിൽ 3 ഷിഫ്റ്റുകളായി ഈ ഭാഗത്ത് നിർമ്മാണം പുരോഗമിക്കുന്നത്. വലതുവശത്തെ തുരങ്കം ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞായിരിക്കും രണ്ടാമത്തെ തുരങ്കത്തിന്റെ നിർമ്മാണം കാര്യമായി നടത്തുക. തുരങ്കത്തിൽ നിന്ന് എടുക്കുന്ന കല്ലുകൾ അവിടെ തന്നെയുള്ള ക്രഷർ യൂണിറ്റ് ഉപയോഗിച്ച് പൊടിച്ചും ചെറു കഷ്ണങ്ങളാക്കിയും നിർമ്മാണത്തിന് തന്നെ ഉപയോഗിക്കുകയാണ്. തുരങ്ക നിർമ്മാണത്തിന് സാധനങ്ങൾ എത്തിക്കാൻ കരാർ കമ്പനി 7 മാസം കൊണ്ട് ഇരുവഴിഞ്ഞി പുഴയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചിരുന്നു. അതിനാൽ കാലവർഷം എത്ര ശക്തിപ്പെട്ടാലും തടസ്സങ്ങളില്ലാതെ തുരങ്ക നിർമ്മാണം നടക്കും. ഒരേസമയം മല തുറക്കുകയും മണ്ണ് മാറ്റുകയും തുരങ്കപാത കവർ ചെയ്യുകയും ചെയ്യുന്ന ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയായ കട്ട് ആൻഡ് കവർ സംവിധാനമാണ് നടപ്പിലാക്കുന്നത്.
മാത്രമല്ല വയനാട്ടിലെ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡ്, കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ മുത്തപ്പൻപുഴ ആനക്കാപ്പൊയിൽ റോഡുമായി ബന്ധിപ്പിച്ചാണ് തുരങ്ക നിർമ്മാണം. പിന്നീട് തുരങ്കപാതയ്ക്ക് പ്രത്യേക റോഡ് നിർമ്മിക്കും. തുരങ്കപാതയ്ക്കായി മറിപ്പുഴ ഇരവഞ്ഞിപ്പുഴയിൽ 4 വരി ആർച്ച് സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ ടെൻഡർ പുനിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏറ്റെടുക്കുന്നത്. 73.86 കോടി രൂപയ്ക്കാണ് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും ടെൻഡർ കമ്പനി കരസ്ഥമാക്കിയിരിക്കുന്നത്. കള്ളാടിയിൽ മീനാക്ഷി പാലത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 851 മീറ്റർ ഉയരത്തിലാണ് വയനാട്ടിലെ പ്രവേശന കവാടം വരിക. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിന്റെ ബദലായി നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി മാർച്ച് 1 ചേർന്ന യോഗത്തിൽ പദ്ധതിക്ക് അന്തിമ അനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണായക അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. 25 വ്യവസ്ഥകളോടെയാണ് അനുമതി. തുരങ്ക നിർമ്മാണ പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് നിർമ്മാണം നടത്തുക, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുക, ടണൽ റോഡിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നതിന് കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഓരോ 6 മാസം യോഗം ചേർന്ന് റിപ്പോർട്ട് നൽകണം. ഇതെല്ലാം പാലിക്കുമെന്ന് കരാർ കമ്പനിയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. തുരങ്കം നിർമ്മിക്കുന്നതിന് ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡിനും സമീപന റോഡ് നിർമ്മാണത്തിന് റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കുമാണ് കരാർ നൽകിയിരിക്കുന്നത്. സ്ഥലമെടുപ്പ് നടപടികൾ 90% പൂർത്തിയാക്കിയിട്ടുണ്ട്. നിർമ്മാണ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലം കൂടി മാത്രമേ ഇനി ഏറ്റെടുക്കാനുള്ളൂ. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ കള്ളാടിയിലാണ് തുരങ്കപാത അവസാനിക്കുന്നത്. ജീവനില്ലാത്ത ഒരു അനുശോചനം നൽകി ഒരു നാടിന്റെ ഹൃദയ നൊമ്പരങ്ങൾ അധിക്ഷേപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ.